തടി കുറക്കാൻ എല്ലാവരും നെട്ടോട്ട് ഓടുകയാണ്, പട്ടിണി കിടക്കണം, ഡയറ്റുകൾ എടുക്കണം. എന്തിന്? ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ, അത് തിന്ന് തന്നെ മരിക്കും. പട്ടിണി കിടന്ന് മരിച്ചു എന്ന് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് പറ്റും. വൈകുന്നേരം സൂര്യാസ്തമയ ശേഷമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നീട് വിശക്കുന്നതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് എല്ലാം വേണം. കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം കട്ട് ചെയ്യാൻ പാടില്ല. എല്ലാം ശരീരത്തിന് ആവശ്യമുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുന്നു, പ്രോട്ടീൻ കട്ട് ചെയ്യുന്നു, ഫാറ്റ് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിൽ പലരും പല രീതിയിലുള്ള ഡയറ്റുകൾ എടുക്കുന്നുണ്ട്. ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാം മിതമായ അളവിൽ കുറേശ്ശെയായിട്ട് കഴിച്ചോളൂ. പക്ഷേ അസ്തമയ ശേഷം, അതായത് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ ഭക്ഷണം തുടരുത്. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. വിശന്ന വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടിട്ട് വൈകിട്ട് 9 മണിക്കൊക്കെ കഴിച്ച് ശീലമുള്ളത് കാരണം വിശപ്പുണ്ടാവും. പക്ഷേ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. 1-2 ദിവസത്തേക്ക് ആ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ ഹെൽമെറ്റൊക്കെ വെക്കാൻ പറഞ്ഞ പോലെ, സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തിൽ ബുദ്ധിമുട്ട് തോന്നി. ഇപ്പം എല്ലാവരും ചെയ്യല്ലേ. അതുപോലെ തന്നെ നമ്മൾ 6 മണിക്ക് ശേഷമുള്ള ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ഈ ചെറുവിരൽ കൊണ്ട് നമ്മുടെ ഈ പ്രഷർ പോയിൻ്റാണത്, ഈ മൂക്കിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് തിരിച്ചും മറിച്ചുമായിട്ട് ഒരു 20 ടൈംസ് ഒന്ന് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ചെറിയ പ്രഷറിൽ. പിന്നെ നമ്മുടെ ബെല്ലി ബട്ടൺ, പൊക്കിളിൻ്റെ ഭാഗത്ത് പുഷ് ചെയ്ത് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. ആ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അകത്തേക്ക് പുഷ് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 4 തരത്തിൽ മസാജ് ചെയ്യണം എന്നാണ് ശരിക്കും. ഒന്ന് ഇങ്ങനെ തമ്പ് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തിയിട്ട് ചുറ്റിച്ചു കൊടുക്കുക, തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ മസാജ് ചെയ്യുക, തിരിച്ച്, പിന്നെ ഇങ്ങനെ അങ്ങനെ 4 വശത്തേക്കും നമ്മൾ ഒന്ന് തമ്പ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. തമ്പ് വേണമെന്നില്ല, ഒന്ന് പുഷ് ചെയ്ത് പിടിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ദഹനത്തിന് ഒരുപാട് സഹായിച്ചിരുന്നു വെച്ചാൽ, നമ്മൾക്ക് പണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുനാളിൽ എല്ലാ ഭക്ഷണവും തന്നിരുന്ന ഒരാളാണ് പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്. നമ്മൾ പ്രസവത്തിന് ശേഷം പുറത്ത് വന്നതിന് ശേഷം നമുക്ക് പൊക്കിളിനെ വേണ്ട, പക്ഷെ പൊക്കിളിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നന്നായിട്ട്, നമ്മുടെ പണ്ട് കാർന്നമാരൊക്കെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഓയിലിട്ട് മസാജ് ചെയ്യുമായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു ഓയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ എണ്ണയിട്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ബെല്ലി കുറയും, വയറ് കുറയും എന്നൊക്കെ പറഞ്ഞു. സത്യം തന്നെയാണത്. നമുക്കത് വിശ്വസിക്കാനുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ അതൊരു സത്യമാണ്. ഞാൻ ഓയിൽ തന്നെ വേണമെന്നില്ല, എന്ത് ഓയിലാണെങ്കിലും ഇട്ടിട്ട് ഡെയിലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അടിവയറിൽ നിന്ന് മേലേക്ക് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കാണിക്കരുത്, മേലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഡ്രെയിൻ ചെയ്ത് കളയുക. അപ്പോൾ വയറ് കുറയാനും നല്ലതാണ്. നമുക്ക് മൊത്തത്തിലുള്ള ദഹന വ്യവസ്ഥ കറക്റ്റാക്കിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള, നമ്മൾ കുറച്ച് മിതമായ ഭക്ഷണമാണെങ്കിൽ ആ മിതമായ ഭക്ഷണം ശരീരത്തിന് നല്ല രീതിയിൽ എടുക്കാൻ സഹായിക്കും. അത് മതി. അല്ലാണ്ട് ഒരുപാട് ഡയറ്റുകളിലോട്ടും ഒന്നും വേണ്ട. ഇത് മതി. ഈ 2 പോയിന്റ് കൊണ്ട് തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ വരും. 1 ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം. ചെയ്താൽ നല്ല മാറ്റം ഉറപ്പാണ്. താങ്ക് യു.